നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാലക്കാട്ടെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഊഷ്മളമായി സ്വീകരിച്ചു. ത്രിവർണ്ണ ഷാൾ അണിയിച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. BJP വെറുപ്പിന്റെ ഫാക്ടറി എന്നും ഇനി പരിപൂർണ കോൺഗ്രസ് എന്നും സന്ദീപ് വാര്യരുടെ പ്രതികരണം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത്. കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, സന്ദീപ് വാര്യർ BJP വിടും എന്നത് ഉറപ്പായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ എന്നത് മാത്രമേ ചോദ്യമായി അവശേഷിച്ചിരുന്നുള്ളൂ. പക്ഷേ കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ യാത്ര അത് കുറച്ചൊക്കെ അപ്രതീക്ഷിതമാണ്. എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്? നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ, അതിലെ ഉപാധികൾ സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളായി പുറത്തു വരുന്നുണ്ടോ ശ്രീജിത്ത്? വിജയകുമാർ, ഇതിന്റെ നാൾ വഴി ഇത്ര മാത്രമാണ്. ഏതാണ്ട് ഒരു മാസം മുൻപ് BJPയുടെ നിയമസഭാ മണ്ഡലം കൺവെൻഷൻ നടന്നിരുന്നു പാലക്കാട് ടൗണിൽ വെച്ച്. ആ പരിപാടിയിൽ ഒരു കസേര സന്ദീപിന് നൽകിയില്ല. കസേര ഉണ്ടായിരുന്നു, പേരെഴുതിയ കസേര ഉണ്ടായിരുന്നു എന്നാണ് BJP നേതൃത്വം അറിയിച്ചിരുന്നത് എന്നായിരുന്നു സന്ദീപ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി കസേരയിൽ നിന്ന് അവിടെ കയറണ്ട, സ്റ്റേജിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് BJPയുടെ നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C രഘുനാഥ് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. രഘുനാഥ് ഇറക്കി വിട്ട സമയത്ത് സന്ദീപ് പരാതി പറഞ്ഞിരുന്നു. അത് C കൃഷ്ണകുമാറിനോട് പരാതി പറഞ്ഞിരുന്നു. ആ പരാതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേദിയിൽ സീറ്റുണ്ട്, പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ BJPക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അവിടെ സീറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ C കൃഷ്ണകുമാർ പറഞ്ഞത് അവിടെ സീറ്റ് ഉണ്ടായിരുന്നല്ലോ, പേരെഴുതി വെച്ച സീറ്റ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. പക്ഷേ തന്നെ അപമാനിച്ച നേതാക്കളുടെ പ്രവർത്തകരുടെ 3000 വരുന്ന പ്രവർത്തകരുടെ മുൻപിൽ വെച്ച് അപമാനിച്ച് ഇറക്കി വിട്ടു. അത് സന്ദീപിന് മാനസികമായ വിഷമമേറെ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. സന്ദീപുമായി ഞാൻ അതിനുശേഷം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും സന്ദീപ് പറഞ്ഞിരുന്നത് തനിക്ക് ഒരു ഘട്ടത്തിൽ പോലും യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ CPIM നേതാക്കൾ ചർച്ച നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ വന്നു. മന്ത്രി MP രാജേഷ് അടക്കം കൃത്യമായ രീതിയിൽ സന്ദീപുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തി. AK ബാലൻ സന്ദീപ് നല്ല വ്യക്തിയാണ് എന്നൊരു പ്രതികരണം നടത്തി. പക്ഷേ മതേതര ചേരിയിലേക്ക് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് RSSനെ തള്ളിപ്പറഞ്ഞ് വന്നാൽ മാത്രമേ തങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു, വന്നാൽ അപ്പോൾ ആലോചിക്കാം, അപ്പോൾ നമുക്ക് സ്വീകരിക്കാമെന്ന നിലപാടായിരുന്നു CPIM സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് CPIയിലേക്ക് സന്ദീപ് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് അത്തരം ചർച്ചകളെ തള്ളാതെ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു വൻ ട്വിസ്റ്റ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ചില ഉന്നത നേതാക്കൾ സന്ദീപ് വാര്യരെ ബന്ധപ്പെടുകയായിരുന്നു. ഷാഫി പറമ്പിൽ MLA തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയകുമാറിനറിയാം, BJPയും ആന്റി BJP, അതായത് BJP വോട്ടുകളും BJPക്ക് പോകുന്ന വോട്ടുകളും അതുപോലെ തന്നെ ആന്റി BJP വിരുദ്ധ വോട്ടുകളും, അങ്ങനെ ഒരു രണ്ട് വിഭാഗം വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് മത്തൂർ, കണ്ണാടി, പ്രായിരി പോലുള്ള സ്ഥലങ്ങളിൽ CPIMന്റെ വോട്ടുകൾ പോലും ഷാഫിക്ക് ലഭിക്കുന്നു. അത് ഈ 3 ടേമായി ഷാഫിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് വലിയ തോതിൽ അത് CPIMന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വോട്ടുകൾ കൃത്യമായ രീതിയിൽ ഇത്തവണ രാഹുലിന്റെ പെട്ടിയിലാകില്ല എന്ന തരത്തിലുള്ള
അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. കാരണം ഡോക്ടർ സരിൻ എന്ന മുൻ കോൺഗ്രസുകാരനായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി വലിയ പ്രചരണം കൃത്യമായ രീതിയിൽ CPIM നടത്തുന്നു. സരിനും അതുപോലെ തന്നെ രാഹുലും തമ്മിലാണ് മത്സരം എന്ന തരത്തിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്നു. കെ മുരളീധരനടക്കം അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം. അത് പാലക്കാട് മണ്ഡലത്തിലൂടെ യാത്ര ചെയ്താൽ ഏതാണ്ട് ബോധ്യപ്പെടുന്ന കാര്യം കൂടിയാണ്. എന്തായാലും അതിൽ നിന്ന് BJPക്കെതിരായ പരമാവധി വോട്ടുകൾ ഏത് പെട്ടിയിൽ വീഴണം എന്ന സന്ദേശം നൽകാൻ കൂടി വേണ്ടിയാണ് സന്ദീപ് വാര്യരുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശം, കോൺഗ്രസ് പ്രവേശനം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ ഒരു സമയത്ത് കൊടുക്കുന്ന മെസ്സേജ്, രാഷ്ട്രീയ സന്ദേശം അത് ചെറുതല്ല. കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് വിട്ട് പോയ ആളുകൾ പോയതുപോലെയല്ല, BJPക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കണമെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഒക്കെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് BJP വിട്ട ആളുകൾ പോലും കോൺഗ്രസിലേക്ക് എത്തുന്നത്. BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ചില മീഡിയേറ്റേഴ്സ് ഈ വിഷയത്തിൽ ഇടപെടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ അദ്ദേഹത്തോട് അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. ഷാഫിയാണ് ഇത്തരത്തിൽ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന് തോന്നുന്നല്ലോ, അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു. ഒന്നുമില്ല, അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമായി. ഈ പത്രസമ്മേളനത്തിൽ എത്തിയപ്പോൾ മാത്രമേ താൻ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ മടങ്ങുകയായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ സന്ദീപ് വാര്യർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂക്കിക്കിടക്കും. അത് കൃത്യമായ രീതിയിൽ കെ സുരേന്ദ്രന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിലവിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് പോലും കൗരവപ്പട വിജയിച്ചില്ല, സതീശൻ ചെവിയിൽ നുള്ളിക്കോളൂ എന്ന കൃത്യമായ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തെളിയിക്കുന്നത് കൃത്യമായി BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന തരത്തിലുള്ള പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചതും വളരെ രസകരമായി തന്നെയാണ്. കാരണം AK ബാലൻ അടക്കമുള്ള ആളുകൾ നല്ല വ്യക്തിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയ ആളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ഇനി എന്ത് പറഞ്ഞ് CPIM വിമർശിക്കുമെന്നാണ്. CPIM നേതാക്കൾക്കും അത്തരത്തിലുള്ളൊരു കാര്യം കൃത്യമായ രീതിയിലുണ്ട്. കാരണം അവർ വിമർശിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഇത്ര AK ബാലൻ അടക്കമുള്ള ആളുകൾ ഈ പുകഴ്ത്തിയത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കോൺഗ്രസ് ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാനും സാധ്യതയുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ ഒരു ദിവസം തന്നെ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം എന്ന RSS രാഷ്ട്രീയം താൻ ഉപേക്ഷിക്കുന്നു. അതിൽ നിന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു. അതായത് രാഹുൽ ഗാന്ധിയെ ഉളംപാറയിൽ അടക്കണം, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകണമെന്നൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധി ഏറ്റവും മികച്ച നേതാവാണ്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കൃത്യമായി തന്നെ പറയുന്നു. ഇത് കൂടാതെ വിജയകുമാർ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയത്തിന് പോലും ഇട നൽകാതെ സന്ദീപ് വാര്യർ പറഞ്ഞത് നാട്ടിലെ എല്ലാവർക്കും ഇപ്പോൾ ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മോശം അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് അതാണ് അഭിപ്രായം എന്ന തരത്തിൽ തന്നെയാണ് സന്ദീപ് വാര്യർ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് ഒരു രാത്രി വെളുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പമുള്ള പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു പലപ്പോഴും സന്ദീപ് വാര്യരുടെ വാളിൽ കടന്നിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് DP ആയിട്ടുണ്ടായിരുന്നത്. ആ നരേന്ദ്രമോദിയെ കുറിച്ച് നാട്ടുകാർക്കുള്ള അഭിപ്രായമൊക്കെ തന്നെയാണ് എന്റേതും എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു മൂവർണ്ണ ഷാളറിഞ്ഞ് ഒരു കോൺഗ്രസുകാരനായി മാറിയിരിക്കുന്നു.